ജീവൻ ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു. അവളെ നോക്കിയാവുന്നത് വരെ നിധിയും ആഗ്രഹിച്ചിരുന്നു. കാരണം അവൾക്കും അത് ആവശ്യമായിരുന്നു. ആ സമയത്ത് ആരോ ഉറക്കെ കൈകൊട്ടുന്നത് കേട്ടുകൊണ്ടാണ് നിധിയും ജീവനും ഒരുപോലെ അവിടേക്ക് നോക്കിയത്. അങ്ങോട്ട് നോക്കിയ നിധി ജീവൻ്റെ അമ്മ തങ്ങളെ ഇരുവരെയും പുച്ഛത്തോടെ നോക്കി. കൈകൊട്ടുന്നത് കണ്ടത് വല്ലാത്തൊരു ഭയം തോന്നി അവൾക്ക്. കാരണം സുചിത്രയുടെ ഭാവങ്ങൾ അവൾക്കുള്ളിൽ ഭയത്തെ മുളപ്പിക്കാൻ കഴിവുള്ളവയായിരുന്നു. ഓഹോ, ഇതിനു വേണ്ടി ആയിരുന്നല്ലേ നീ ഞങ്ങളുടെ അടുത്തു നിന്ന് മാറിയത്? കൊള്ളാം. കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും? കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അവർക്ക് നേരെ അസഭ്യം വിളിച്ചു പറയുമ്പോൾ അവരും ചിന്തിച്ചു കാണില്ല മറ്റുള്ളവർ അവരെ കാണുന്ന രീതിയിൽ. ജീവൻ ഞെട്ടി നിൽക്കുകയായിരുന്നു. ഒരിക്കലും തൻ്റെ അമ്മയുടെ അരികിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. സുചിത്ര, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്റെ സായേട്ട, എന്നെ തിരുത്താൻ നോക്കണ്ട. തന്തയോ തള്ളയോ ഇല്ലാത്ത ഇങ്ങനെയുള്ള ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ സമ്മതി. മുഴുവൻ പറയുന്നതിന് മുമ്പ് തന്നെ അതിനെ തടഞ്ഞുകൊണ്ട് സായിയുടെ കൈ അവരുടെ കവിളിൽ പതിച്ചു. ഞെട്ടലോടെ സുചിത്ര ചുറ്റും നോക്കി. തന്നെ പരിഹാസത്തോടെ നോക്കുന്ന കണ്ണുകൾ കണ്ടതും പകയോടെ അവർ നിധിയെ നോക്കി. എന്നാൽ ആ നോട്ടം കണ്ടതും മറ്റൊന്നും ആലോചിക്കാതെ ജീവൻ നെഞ്ചിൽ അവളെ മുറുക്കെ ചേർത്ത് പിടിച്ചു നിന്നു. സുചിത്രയുടെ കണ്ണിലെ പക താങ്ങാനാകാതെ നിധി വിറച്ചു. അവൾ ശക്തമായി ജീവന്റെ കൈക്കുള്ളിൽ നിന്ന് സ്വയം പിന്മാറി. എന്നിട്ട് തിരിഞ്ഞു പോലും നോക്കാതെ പുറത്തേക്ക് ഓടി. നിധി! പുറകെയുള്ള ജീവന്റെ വിളികൾ അവൾ കേട്ടില്ല. ഓടിച്ചെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ജീവൻ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് അവൾ പോയിരുന്നു. അവൾക്ക് പുറകെ പോകാൻ നിൽക്കുമ്പോഴാണ് സായിയുടെ വിളി കേട്ട് തിരിഞ്ഞു നോക്കുന്നത്. തളർന്ന് നിലത്ത് കിടക്കുന്ന സുചിത്രയെ കണ്ടതും ജീവൻ ഓടിച്ചെന്നു അവർക്കരികിലേക്ക്. അച്ഛാ, അമ്മയ്ക്ക് എന്തു പറ്റി? BP ലോ ആയതാണെന്ന് തോന്നുന്നു. അച്ഛൻ ചെന്ന് വണ്ടിയെടുക്ക്. സുചിത്രയെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അമ്മയുമായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ജീവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിധിയെ ഓർത്തു. പക്ഷേ അവനത് മനഃപൂർവ്വം മറക്കാൻ മാത്രമേ ആ നിമിഷം സാധിച്ചുള്ളൂ. കടൽ തീരം സന്ധ്യ ആയതിനാലാകണം കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം കളിക്കുന്നത്. സമയമായി എന്ന് കാണിച്ച് മക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പാടുപെടുന്നവരെ കണ്ടത് അറിയാതെ അവളുടെ ചുണ്ടുകൾ വിടർന്നു. ഒപ്പം തന്നെ കണ്ണുകൾ നിറയാനും തുടങ്ങി. മണ്ണിലേക്ക് തൻ്റെ കണ്ണീർ പതിക്കുന്നത് അല്പം വേദനയോടെ തന്നെയായിരുന്നു ഇത് കണ്ടത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന കാര്യം ഓർക്കുമ്പോൾ അവളുടെ നെഞ്ചിൽ വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. ഇപ്പോഴോ മനഃപൂർവ്വം മറന്നു കളഞ്ഞ് അവളുടെ ബാല്യം അവളെ പിന്നെയും വേട്ടയാടാൻ തുടങ്ങി. എല്ലാവരും ഉണ്ട് എന്ന് കരുതി അവസാനം ഒരു ദിവസം അവർ എല്ലാം തന്നെ തനിച്ചാകുന്ന ദിവസം പിന്നെയും തൻ്റെ ജീവിതത്തിലോട്ട് തിരികെ വരുമെന്നോർത്ത് അവൾ വല്ലാതെ ഭയപ്പെട്ടു. കുറേ നേരം അവൾ അവിടെ തന്നെ ഇരുന്നു. സമയം പോകുന്നതോ ഇരുൾ മൂടുന്നതോ ഒന്നും തന്നെ അവൾ അറിഞ്ഞില്ല. ഇടയ്ക്ക് ഒന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ഒരുപാട് സമയമായി എന്നതും തനിക്ക് ചുറ്റും ആളുകൾ കുറവാണെന്നും മനസ്സിലായത്.
ഞെട്ടലോടെ എഴുന്നേറ്റ് വേഗം തൻ്റെ വണ്ടിയുമായി പോകുമ്പോൾ അവൾ അറിഞ്ഞില്ല തനിക്ക് കുറച്ച് പുറകിലായി ഒരു ബൊലേറോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. തുടരുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ.